ഹായ് ഹലോ വെൽക്കം ടു യുവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒത്തിരി മലയാള സിനിമയുടെ ലൊക്കേഷനായ ഒരു ബ്രിഡ്ജിലേക്കാണ്. ആറാം തമ്പുരാൻ, ദ്രോണ, സല്ലാപം, ഈ പുഴയും കടന്ന് മൂവിയിലൊക്കെ ഒരുപാട് സീൻസ് ഈ ബ്രിഡ്ജിൻ്റെ താഴെയും മേളിലൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയാണ് ഇത്. അപ്പോൾ ഇത് ഒറ്റപ്പാലത്തിനടുത്ത് കോതകുരിശിൽ നിന്ന് 5 കിലോമീറ്ററാണ് ഈ ബ്രിഡ്ജിലേക്കുള്ള ദൂരം. ആ കാണുന്നതാണ് കേട്ടോ ബ്രിഡ്ജ്. അപ്പോൾ നമ്മളവിടെ എത്തി. അപ്പോൾ ഇതാണ് കേട്ടോ ഓവറോൾ വ്യൂ നമ്മൾ ബ്രിഡ്ജിൽ എത്തിയിട്ടുള്ളത്. കണ്ടോ, നല്ല ചുറ്റും പച്ചപ്പാണ്. അപ്പുറം ഇപ്പുറമൊക്കെ നിറച്ച് കൃഷിയും കാര്യങ്ങളും നെൽപ്പാടങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ പാടത്തിൻ്റെ അവിടെ ഒരു വീടുണ്ട്, പിന്നെ ഒരു കുളം. അത് ഹൈലൈറ്റാണ് കേട്ടോ ആ കുളം. ഇവിടെ ഈ സൈഡിൽ നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. നല്ല പച്ച കളറാണ് അതിൽ. പിന്നെ അപ്പുറത്തെ കുറേ വാഴത്തോട്ടങ്ങളും ദൂരെ മലകളും. അവിടെയൊക്കെ കോടയൊക്കെ വന്നു തുടങ്ങി കേട്ടോ ഈ സന്ധ്യ സമയമായപ്പോൾ. സന്ധ്യയല്ല, ഒരു വൈകുന്നേരം സമയമായപ്പോൾ. ഒന്നാമത് മഴ പെയ്ത് തോർന്ന ഒരു സമയമായിരുന്നു ഞങ്ങൾ വന്നത്. ധാരാളം ആൾക്കാർ ഇവിടെ ഈവനിങ്സിലൊക്കെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അനങ്ങമലയുടെ താഴ്വാരമായ കീഴൂർ ഗ്രാമത്തിലാണ് ഈ അക്കോളേജ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ കുളത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ബ്രിഡ്ജിൻ്റെ വ്യൂ ആണ് കേട്ടോ ഇവിടെ. ആ പാടത്ത് ഇഷ്ടംപോലെ ഒരു 10 മൈലെങ്കിലും വന്നിങ്ങനെ പീലി വിരിച്ച് നിൽപ്പുണ്ട്. നമുക്കത് കിട്ടുന്നില്ല, കുറച്ച് ദൂരെയാണ്. പക്ഷെ കുറച്ച് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. മയിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. നല്ല രസമാണ് അത് കാണാൻ വേണ്ടി. ഈ മഴക്കാർക്കുള്ളതുകൊണ്ട് പീലിയൊക്കെ വിടർത്തിയാണ് നിൽക്കുന്നത്. ഈ ഭാഗത്ത് കൂടുതലും കൃഷിയാണ് കേട്ടോ. വാഴക്കൃഷികളും അങ്ങനെ ഓരോരോ കൃഷിയാണ് ഈ ഭാഗത്ത്. പക്ഷേ ആ സൈഡ് മൊത്തം ഇങ്ങനെ നെൽകൃഷി പോലെ. അപ്പോൾ ദൂരെ ആ മലകളുണ്ട്. ആ മലയുടെ പൊക്കത്തൊക്കെ നമുക്ക് കയറാം കേട്ടോ. ഇപ്പോൾ പറ്റത്തില്ല, മഴയൊക്കെ പെയ്തുകൊണ്ട് വഴിക്ക് കിടക്കണമായിരിക്കും. അതിൻ്റെ പൊക്കത്തൊക്കെ കുറുക്കനൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാലത്തിൻ്റെ ഇവിടെ നിന്നുള്ള അറ്റം വരെയുള്ള വ്യൂ. അപ്പോൾ ഈ ഇവിടെ വെച്ചിട്ടാണ് ആറാം തമ്പുരാനിലെ സീൻ ഏതാ ഞാൻ പറയാം കേട്ടോ. ലാലേട്ടൻ ഇവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ കൊച്ചിനീഫ സായികുമാറിൻ്റെ ഫ്രണ്ട്സായിട്ട് വന്നിട്ട് ഒരു ചീത്ത പറയുന്ന ഒരു രംഗയില്ലേ, അതാ ഈ ബ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ അവിടുത്തെ. പിന്നെ ദ്രോണ മൂവിയിൽ മമ്മൂക്കയും നവ്യ നായരും കൂടി ഒരു സീനുണ്ട്. അതൊരു ഫൈറ്റ് സീനായിരുന്നു. തിലകഞ്ചേരനൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫൈറ്റ് സീനും നമ്മുടെ ഈ ബ്രിഡ്ജ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പുഴയും കടന്ന മൂവിയിൽ ഞാൻ പറഞ്ഞില്ലേ കുറേ സീൻസ് ഉണ്ട് ഇവിടെ. അതിൽ അവർ മഞ്ജു വാര്യരും ദിലീപും കൂടെ നടന്നിട്ട് ഈ പാലത്തിൻ്റെ, അതായത് ഇവിടെ എൻഡിൽ വെച്ചിട്ടാണ് ദിലീപ് ഒരു വാച്ച് കൊടുക്കുന്ന സീനില്ലേ, അതിവിടെ വെച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് ആ വാച്ച് വാങ്ങിച്ചിട്ട് അവരിങ്ങനെ മഞ്ജു ചേച്ചി ഇതിലേക്കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ആ ഒരു വഴിയാണ് കേട്ടോ ഇത് ആ മൂവിയിലെ. പിന്നെ മമ്മൂക്കയുടെ തന്നെ മൂവിയായ അരയണ്ണങ്ങളുടെ വീട്ടിൽ ഒരു പാട്ട് രംഗവും ഈ പാലത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ചെറിയൊരു സീനാണ് കേട്ടോ ആ പാട്ട് രംഗത്തിൽ ഈ ബ്രിഡ്ജിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോവുകയാണ്, താഴേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ ഞാൻ മറ്റേ ഇപ്പോഴും കിടന്ന മൂവിയിലെ ലൊക്കേഷൻ കാണിക്കാനാണ് കുറച്ച് അങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് ഇതിൻ്റെ അവിടുത്തെ ഒരു എൻഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ കുളത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഞാൻ കുറേ ടൈം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും താഴേക്ക് ഇറങ്ങി പോയിട്ടില്ല. അപ്പോൾ ഇന്നാണ് ഒന്ന് താഴെ കുളത്തിൻ്റെ ആ ഒരു വ്യൂ കാണാൻ വേണ്ടി പോണേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ താഴെ ഇറങ്ങിയിട്ടുള്ള പാലത്തിൻ്റെ വ്യൂ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് മുന്നേക്ക് പോകുമ്പോഴാണ് കുളമുള്ളത്. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ താഴെയും ഈ പുഴയും കടന്ന മൂവിയിൽ ഒരു സീനുണ്ട് കേട്ടോ. ദിലീപും മഞ്ജു വാര്യരും കൂടെ ഉള്ള ഒരു സീനും ഈ താഴെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ വർഷങ്ങളും കാലങ്ങളൊക്കെ മാറുന്നതിനനുസരിച്ച് പ്രകൃതിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂവിയിൽ കാണുന്ന ആ ഒരു പ്രകൃതി ഭംഗി അല്ല, പ്രകൃതി ഭംഗി അങ്ങനെ തന്നെയുണ്ട്, പക്ഷേ ആ ഒരു പ്രദേശത്തിന് ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ ആ കുളം. നമ്മൾ അവിടെ കണ്ട ആ ഒരു കുളമാണ് കേട്ടോ ഇവിടെ. മഴയൊക്കെ പെയ്ത് നല്ല വെള്ളമുള്ള സമയമാണ്. വേനൽക്കാലത്ത് ഇവിടെ വന്നാൽ ഈ കുളം ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്ര വെള്ളം ഉണ്ടാവാറില്ല, എന്നാലും വറ്റിക്കാൻ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമുക്ക് താഴെ നിന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ പാലത്തിൻ്റെ മൊത്തം വ്യൂ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന വഴിയാണെങ്കിലും ഈ പുഴയും കടന്ന മൂവിയിലെ ലൊക്കേഷൻ സീനായിരുന്നു. ദിലീപേട്ടൻ കിടക്കുന്ന ഒരു സീനൊക്കെ അവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമുക്ക് മൂവി കണ്ടപ്പോൾ നമുക്കത് മനസ്സിലായി ആ വഴിയാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിലായി. അപ്പോൾ ഇതാണ് കേട്ടോ പാടാണ്. വെള്ളമുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ മഴ പെയ്തിട്ട്, അതുകൊണ്ട് വരലൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആ ബ്രിഡ്ജ് കാണുമ്പോൾ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയൊക്കെ വന്നിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് കേട്ടോ അതാണ് എനിക്ക് മനസ്സിൽ ഇവിടെ നിന്ന് കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ നമ്മൾ പോവുകയാണ്, നേരെ മിരട്ടി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ് ലക്ഷ്മി.